The power of cleanliness. വൃത്തി നൽകും ശക്തി. The doctor handled a class on personal hygiene for the students. കുട്ടികൾക്കായിട്ട് വൃത്തിയെക്കുറിച്ച് ഡോക്ടർ ഒരു ക്ലാസ് നൽകുകയാണ്. It was organized by the school parliament. The children asked many doubts. Doctor cleared all the doubts. കുട്ടികളുടെ സംശയങ്ങൾക്ക് ഡോക്ടർ മറുപടി നൽകി. Let us read what Alan wrote in his notebook after participating in the class. ക്ലാസ് കഴിഞ്ഞിട്ട് അലൻ എഴുതിയ നോട്ടാണ്. There are chances that our hands go dirty while we play or do other activities. പ്ലേ ചെയ്യുമ്പോഴോ കളിക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റ് ആക്ടിവിറ്റീസിൽ ഏർപ്പെടുമ്പോഴോ കയ്യിൽ അഴുക്കുണ്ടാവും. ജേംസ് വിൽ ബി ഡിസ്ട്രോയ്ഡ് വെൻ വി വാഷ് അവർ ഹാൻഡ്സ് വിത്ത് സോപ്പ്. സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകുകയാണെങ്കിൽ ആ ജേംസ് അണുക്കൾ നശിച്ചു പോകുന്നതാണ്. ചിത്രം നിരീക്ഷിക്കുക. യു ജസ്റ്റ് കെയിം ഫ്രം ദ സ്കൂൾ. ഗോ ആൻഡ് വാഷ് യുവർ ഹാൻഡ്സ് ആൻഡ് ഫേസ് വിത്ത് സോപ്പ്. ഇന്ന് സ്കൂളിൽ നിന്ന് വന്നേ ഉള്ളൂ, അതുകൊണ്ട് കൈകൾ നന്നായിട്ട് കഴുകുക, മുഖവും സോപ്പിട്ട് കഴുകുക എന്ന് അമ്മ പറയുന്നു. വൈ ഡസ് ദ ടീച്ചർ ടെൽ us to wash our hands with soap after using the toilet? ടോയ്ലറ്റ് യൂസ് ചെയ്തിട്ട് കൈകൾ കഴുകണമെന്ന് ടീച്ചർ പറഞ്ഞ എന്തുകൊണ്ടാണെന്ന് കുട്ടി ചോദിക്കുന്നു. ഹാവ് യു സീൻ ദ പിക്ചേഴ്സ്? ഓൺ വാട്ട് ഒക്കേഷൻസ് ഷുഡ് വി വാഷ് ആൻഡ് ക്ലീൻ അവർ ഹാൻഡ്സ് വിത്ത് സോപ്പ്? ഏതൊക്കെ അവസരങ്ങളിലാണ് സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകണമെന്ന് പറയുന്നത്? ബിഫോർ ഈറ്റിംഗ് ഫുഡ്, ആഹാരം കഴിക്കുന്നതിന് മുമ്പ്. ആഫ്റ്റർ ഈറ്റിംഗ് ഫുഡ്, ആഹാരം കഴിച്ചതിന് ശേഷം. ആഫ്റ്റർ യൂസിങ് ദ ടോയ്ലറ്റ്, ടോയ്ലറ്റ് യൂസ് ചെയ്തതിന് ശേഷം. ആഫ്റ്റർ ട്രാവലിംഗ്, യാത്രയ്ക്ക് ശേഷം. ആഫ്റ്റർ പ്ലേയിങ്, കളി കഴിഞ്ഞിട്ട്. ആഫ്റ്റർ ക്ലീനിങ് ഹൗസ് ആൻഡ് സറൗണ്ടിങ്സ്, വീടും ചുറ്റുപാടൊക്കെ ശുചിയാക്കിയതിന് ശേഷം. ഇതുപോലെയുള്ള ഒക്കേഷൻസിലൊക്കെ നമ്മൾ കൈകൾ നന്നായിട്ട് വാഷ് ചെയ്യേണ്ടതാണ്. സോപ്പ് ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്യണം. ടേക്ക് ആൻ എംപ്റ്റി ബക്കറ്റ് ടു കളക്ട് വാട്ടർ യൂസ്ഡ് ഫോർ ഹാൻഡ് വാഷിംഗ്. ഒരു കാലിയായിട്ടുള്ള ബക്കറ്റ് എടുക്കുക. ലെറ്റ് ദ സ്റ്റുഡൻസ് വാഷ് ദെയർ ഹാൻഡ്സ് ഇൻ ടു ദ ബക്കറ്റ്. കുട്ടികൾ ഓരോരുത്തരായിട്ട് ആ ബക്കറ്റിലേക്ക് കൈ കഴുകി ഒഴിക്കുക. ആഫ്റ്റർ എവരി വൺ ഹാസ് വാഷ്ഡ്, എല്ലാവരും കഴുകി കഴിഞ്ഞിട്ട് ടേക്ക് എ ഗ്ലാസ് ഓഫ് വാട്ടർ ഫ്രം ദ ഹാൻഡ് വാഷിംഗ് ബക്കറ്റ്. ഹാൻഡ് വാഷിംഗ് ബക്കറ്റിൽ നിന്നും ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക. അതിനുശേഷം ശരിക്കുള്ള നല്ല വാട്ടറിൻ്റെ അടുത്തത് കമ്പയർ ചെയ്ത് നോക്കുക. വാട്ട്സ് യുവർ ഫൈൻഡിങ്? നിങ്ങളുടെ കണ്ടെത്തലുകൾ എന്തൊക്കെയാണ്? ദ വാട്ടർ വിച്ച് വാസ് കെപ്റ്റ് ഓൺ ദ ടേബിൾ ഈസ് ക്ലീൻ. ടേബിളിൽ ഓൾറെഡി എടുത്തു വെച്ചിരുന്ന വെള്ളം ക്ലീൻ ആയിരിക്കും. ദ വാട്ടർ ടേക്കൺ ഫ്രം ദ ഹാൻഡ് വാഷിംഗ് ബക്കറ്റ് ഈസ് നോട്ട് ക്ലീൻ. കൈ കഴുകി ഒഴിച്ച വെള്ളം, ബക്കറ്റിലെ ആ വെള്ളം ക്ലീൻ ആയിരിക്കില്ല. ഇറ്റ് കണ്ടെയ്ൻ ഡേർട്ട് ആൻഡ് ഇറ്റ് ഷോസ് കളർ ചേഞ്ച്. ആ ബക്കറ്റിലെ വെള്ളത്തിൽ ധാരാളം അഴുക്കുണ്ടാവും, അതുകൊണ്ട് അതിൻ്റെ കളർ മാറിയായിരിക്കും വെള്ളത്തിനുണ്ടാവുക. ഒബ്സർവ് ദ വേരിയസ് സ്റ്റേജസ് ഓഫ് ഹാൻഡ് വാഷിംഗ് ഇല്ലസ്ട്രേറ്റഡ് ഇൻ ദ പിക്ചർ. ഫസ്റ്റ് പിക്ചർ, വെറ്റ് ഹാൻഡ്സ് ആൻഡ് അപ്ലൈ ദ സോപ്പ്. കൈകൾ നനച്ചിട്ട് സോപ്പ് പതപ്പിക്കുക. സെക്കൻഡ്, റബ് പാംസ് ടുഗദർ ആൻഡ് ക്ലീൻ ദം. കൈവെള്ളകൾ കൂട്ടി തിരുമ്മി വൃത്തിയാക്കുക. ക്ലീൻ ബാക്ക് ഓഫ് യുവർ ഹാൻഡ്സ് ആൻഡ് ബിറ്റ്വീൻ ദ ഫിംഗേഴ്സ്. കൈകളുടെ ബാക്ക് സൈഡും വിരലുകൾക്കിടയിലും വൃത്തിയാക്കുക. റബ് ദ നെയിൽസ് ആൻഡ് ദ ഫിംഗർ ടിപ്സ് ഓൺ ദ പാം ടു ക്ലീൻ ദം. നഖങ്ങളും വിരലുകളുടെ അറ്റവും കൊണ്ട് കൈവെള്ളയിൽ ഉരച്ച് വൃത്തിയാക്കുക. ക്ലീൻ ദ ഫിംഗേഴ്സ് ആൻഡ് റിസ്റ്റ്സ് ബൈ റബ്ബിംഗ് ദം ഇൻ എ സർക്കുലർ വേ യൂസിങ് ദ അതർ ഹാൻഡ്. വിരലുകളും റിസ്റ്റിൻ്റെ ഭാഗം കൈക്കുഴയും മറുകൈ ഉപയോഗിച്ചിട്ട് വൃത്താകൃതിയിൽ തിരുമ്മി വൃത്തിയാക്കുക. വാഷ് ഹാൻഡ്സ് പ്രോപ്പർലി ഇൻ പ്യുവർ വാട്ടർ ആൻഡ് വൈപ്പ് ദം ആൻഡ് വിത്ത് ക്ലീൻ ക്ലോത്ത്. അതായത് ഒഴുകുന്ന വെള്ളത്തിൽ കൈകൾ നന്നായിട്ട് കഴുകുക, അതിനുശേഷം ഒരു ഉണങ്ങിയ വൃത്തിയുള്ള തുണി കൊണ്ട് തുടയ്ക്കുക. യു ഷുഡ് ട്രിം ആൻഡ് ക്ലീൻ ദ നെയിൽസ് ടു മേക്ക് യുവർ ഹാൻഡ് പെർഫെക്റ്റ്ലി ടൈഡി. കൈകൾ പൂർണ്ണമായിട്ട് വൃത്തിയുള്ളതാണെങ്കിൽ നഖങ്ങൾ വൃത്തിയാക്കണം. അതർവൈസ്, അല്ലെങ്കിൽ ദ ഡേർട്ട് ദാറ്റ് പൈൽഡ് അപ്പ് അണ്ടർ ദ നെയിൽസ് വിൽ റീച്ച് യുവർ സ്റ്റൊമക്ക് വിത്ത് ഫുഡ്. അല്ലെങ്കിൽ നഖത്തിൻ്റെ അടിയിൽ ചെളി അടിഞ്ഞുകൂടും. പൈൽഡ് എന്ന് വെച്ചാൽ കൂമ്പാരമായിട്ട് കൂടാണ്, അത് ഫുഡിലൂടെ നമ്മുടെ സ്റ്റൊമക്കിലെത്തും. അലൻ ഹാസ് റിട്ടൺ ഡൗൺ ദ ഐഡിയാസ് ദാറ്റ് ദ ഡോക്ടർ ഗേവ് ഹിസ് ഫെലോ സ്റ്റുഡൻസ്. ലെറ്റ് us read. അതിനെക്കുറിച്ചുള്ള അലൻ്റെ നോട്ടാണ്. ഡു നോട്ട് വെയർ ഡേർട്ടി ഓർ വെറ്റ് ക്ലോത്ത്സ്. വൃത്തിയില്ലാത്തതോ അഴുക്ക് പുരണ്ടതോ നനഞ്ഞതോ ആയ വസ്ത്രങ്ങൾ ധരിക്കരുത്. ജേംസ് വിൽ ഗ്രോ ഇൻ ദം. അതിൽ അണുക്കൾ വളരും. യു വിൽ ക്യാച്ച് ഡിസീസസ് ലൈക്ക് സ്കാബീസ് ആൻഡ് റാഷ്. അങ്ങനെ വന്നാൽ നമുക്ക് ചൊറി, ചുണങ്ങ തുടങ്ങിയ രോഗങ്ങൾ ഉണ്ടാവും. യു ഷുഡ് ബ്രഷ് ആൻഡ് ക്ലീൻ യുവർ ടീത്ത് ഇൻ ദ മോർണിംഗ് ആൻഡ് ആഫ്റ്റർ ഡിന്നർ. രാവിലെയും ഡിന്നറിന് ശേഷവും രാത്രി ഫുഡ് കഴിച്ചതിന് ശേഷവും പല്ല് വൃത്തിയാക്കണം. ദ ടീത്ത് വിൽ ഗെറ്റ് ഡാമേജ് അതർവൈസ്, അല്ലെങ്കിൽ പല്ല് കേടാവും. വൈ ഷുഡ് വി വെയർ മാസ്ക്? മാസ്ക് ധരിക്കുന്നത് എന്തിനാണ്? ടു പ്രൊട്ടക്ട് അവർ സെൽഫ് ഫ്രം ഗെറ്റിംഗ് ഇൻഫെക്റ്റഡ് ബൈ ജേംസ് ഫ്രം അതർ പീപ്പിൾ. മറ്റു വ്യക്തികളിൽ നിന്നും, രോഗബാധിതരായ മറ്റു വ്യക്തികളിൽ നിന്നും നമുക്ക് രോഗങ്ങൾ പടരാതെ പ്രൊട്ടക്ഷൻ ആവും. നോട്ട് ടു ട്രാൻസ്മിറ്റ് ഡിസീസസ് ലൈക്ക് കോൾഡ്, കോവിഡ് എക്സെട്ര ടു അതേഴ്സ്.
നമ്മൾക്കുള്ള രോഗങ്ങൾ മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ആവാതെ പകരാതിരിക്കാനായിട്ട് മാസ്ക് ഉപയോഗിക്കുന്നു. ടു പ്രിവെന്റ് ഡസ്റ്റ് ആൻഡ് ഡേർട്ട്, അഴുക്കും പൊടിയിൽ നിന്നും നമ്മളെ സംരക്ഷിക്കുന്നു, പ്രിവെന്റ് ചെയ്യുന്നു, തടയുന്നു. പ്രൊട്ടക്ട് ഫ്രം എയർ പൊല്യൂഷൻ, അന്തരീക്ഷ മലിനീകരണത്തിൽ നിന്നും നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നു. പ്രിവെന്റ്സ് ഇൻഹലേഷൻ ഓഫ് ടോക്സിക് സബ്സ്റ്റൻസസ്, വിഷമയമായിട്ടുള്ള വസ്തുക്കൾ, ടോക്സിക് ആയിട്ടുള്ള വസ്തുക്കൾ ശ്വസിക്കുന്നതിൽ നിന്നും നമ്മെ തടയുന്നു. ക്ലീൻ ടീത്ത്, വൃത്തിയുള്ള പല്ലുകൾ. ഒബ്സർവ് ദി പിക്ചേഴ്സ്. ഹോൾഡ് ദ ബ്രഷ് സ്ലാന്റഡ്, ബ്രഷ് ചെരിച്ചു പിടിക്കുക. ബ്രഷ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ്സ്, മുന്നോട്ടും പിന്നോട്ടും ബ്രഷ് ചെയ്യുക. ബ്രഷ് ദ അപ്പർ ടീത്ത് ഫ്രം ടോപ്പ് ടു ബോട്ടം ആൻഡ് ദ ലോവർ ടീത്ത് ഫ്രം ബോട്ടം ടു ടോപ്പ്. മുകൾ നിരയിലെ പല്ലുകൾ മുകളിൽ നിന്ന് താഴോട്ടും താഴത്തെ നിരയിലെ പല്ലുകൾ താഴെ നിന്ന് മുകളിലേക്കും ബ്രഷ് ചെയ്യുക. ബ്രഷ് ദ സർഫേസ് ഓഫ് ദി ടീത്ത് യൂസ്ഡ് ഫോർ ചൂയിങ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ്സ് പ്രോപ്പർലി, ചവയ്ക്കാൻ ഉപയോഗിക്കുന്ന പല്ലുകളുടെ പ്രതലം, അതിൻ്റെ ആ സർഫേസ് മുന്നോട്ടും പിന്നോട്ടും നന്നായിട്ട് ബ്രഷ് ചെയ്യുക. ബ്രഷ് ദ ഇന്നർ സൈഡ് ഓഫ് ദി ടീത്ത്, പല്ലിൻ്റെ അകവശം നന്നായിട്ട് ബ്രഷ് ചെയ്യുക. അതിനുശേഷം ക്ലീൻ ദ ടങ് വിത്ത് ദ ബ്രഷ്, ബ്രഷ് ഉപയോഗിച്ച് തന്നെ നാവും ക്ലീൻ ചെയ്യുക. അപ്പോൾ പ്രോപ്പറായിട്ട് പല്ല് ക്ലീൻ ചെയ്യുന്നതിൻ്റെ, ബ്രഷ് ചെയ്യുന്നതിൻ്റെ രീതിയാണ് തന്നിട്ടുള്ളത്. ക്ലീൻ ബോഡി, ശരീരം എങ്ങനെ വൃത്തിയാക്കാം. ടേക്ക് എ ബാത്ത് ഡെയിലി, ദിവസം കുളിക്കുക. വാഷ് ആൻഡ് ക്ലീൻ ബോഡി പാർട്സ് പ്രോപ്പർലി വിത്ത് സോപ്പ്, സോപ്പ് ഉപയോഗിച്ച് ശരീരഭാഗങ്ങൾ നന്നായിട്ട് വൃത്തിയാക്കുക. ഡു നോട്ട് ബാത്ത് ഇൻ ഡേർട്ടി വാട്ടർ, മലിനജലത്തിൽ കുളിക്കരുത്. യൂസ് എ ഡ്രൈ ആൻഡ് ക്ലീൻ ടവൽ ടു ഡ്രൈ യുവർ ബോഡി, ബോഡി ഉണക്കാനായിട്ട് തോർത്താനായിട്ട് ക്ലീൻ ആയിട്ടുള്ള ഉണങ്ങിയ ടവൽ യൂസ് ചെയ്യുക. ഡു നോട്ട് യൂസ് അതേഴ്സ് ടവൽ, മറ്റൊരാളുടെ ടവൽ തോർത്ത് യൂസ് ചെയ്യരുത്. വാഷ് ആൻഡ് ഡ്രൈ ടവൽ ആഫ്റ്റർ യൂസ്, ഉപയോഗത്തിന് ശേഷം തോർത്ത് നന്നായിട്ട് ടവൽ നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക, ഉണക്കുക. പേഴ്സണൽ ഹൈജീൻ, വ്യക്തി ശുചിത്വം. ബ്രഷ് ടീത്ത് ഇൻ ദ മോർണിംഗ് ആൻഡ് ആഫ്റ്റർ ഡിന്നർ, രാവിലെയും രാത്രിയിലെ ഭക്ഷണത്തിന് ശേഷവും നന്നായിട്ട് ബ്രഷ് ചെയ്യുക. വാഷ് ഹാൻഡ്സ് വിത്ത് സോപ്പ് ആഫ്റ്റർ യൂസിങ് ടോയ്ലറ്റ്, ടോയ്ലറ്റ് യൂസ് ചെയ്തിട്ട് കൈകൾ സോപ്പ് ഉപയോഗിച്ച് നന്നായിട്ട് കഴുകുക. ടേക്ക് ബാത്ത് ഡെയിലി, ദിവസവും കുളിക്കുക. വെയർ ക്ലീൻ ക്ലോത്ത്സ്, വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. കട്ട് ആൻഡ് ക്ലീൻ നെയിൽസ് ഓൺ ഹാൻഡ്സ് ആൻഡ് ലെഗ്സ്, കൈകളിലെയും കാലിലെയും നഖങ്ങൾ വെട്ടുക, ക്ലീൻ ചെയ്യുക. വാഷ് ഹാൻഡ്സ് ആൻഡ് മൗത്ത് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫുഡ്, ഫുഡിന് മുമ്പും ശേഷവും കൈയും വായും നന്നായിട്ട് കഴുകുക. അപ്പോൾ പേഴ്സണൽ ഹൈജീന് കുറച്ച് എക്സാമ്പിൾസ് ആണ് തന്നിരിക്കുന്നത്, ബാക്കി എഴുതി ചേർക്കുക. ഡിസീസസ് സ്പ്രെഡ് ബൈ മോസ്കിറ്റോ, കൊതുക് പരത്തുന്ന രോഗങ്ങൾ. ചിക്കൻഗുനിയ, ഡെങ്കു ഫീവർ, മലേറിയ, എലിഫന്റിയാസിസ്. എലിഫന്റിയാസിസ് എന്ന് വെച്ചാൽ മന്ത്. ഹൗ ക്യാൻ വി സ്റ്റോപ്പ് സ്പ്രെഡ് ഓഫ് മോസ്കിറ്റോസ്, മോസ്കിറ്റോസ് പടരുന്നത് എങ്ങനെ തടയാം. ഡോണ്ട് അലോ സ്റ്റാഗ്നന്റ് വാട്ടർ ടു റിമെയിൻ എനിവെയർ, മലിനജലം കെട്ടി നിൽക്കാനായിട്ട് അനുവദിക്കരുത്. ഇൻ സ്റ്റാഗ്നന്റ് വാട്ടർ സ്റ്റാൻഡ്സ് ഇൻ കോക്കനട്ട് ഷെൽസ്, ഫ്ലവർ പോട്ട്സ്, യൂസ്ഡ് ടയേഴ്സ്, ബ്രോക്കൺ വെസൽസ്. ചിരട്ടകൾ, അതുപോലെ തന്നെ ചെടിച്ചട്ടികൾ, ഉപയോഗശൂന്യമായിട്ട് നമ്മൾ വലിച്ചെറിയുന്ന ടയറുകൾ, പൊട്ടിയ പാത്രങ്ങളിലൊക്കെയും കൊതുകുകൾ മുട്ടയിട്ട് പെരുകും. അപ്പോൾ അതിന് സമ്മതിക്കാതിരുന്നാൽ കൊതുകുകൾ പെരുകില്ല. ഹൗസ് ഫ്ലൈസ്, ഈച്ചകൾ. ഡിസീസസ് സ്പ്രെഡ് ബൈ ഫ്ലൈസ്, ഈച്ച പരത്തുന്ന രോഗങ്ങൾ. ഡിസെൻട്രി, കോളറ, വയറിളക്കവും കോളറയും. ഹൗ ക്യാൻ വി പ്രിവെന്റ് ഡിസീസസ് സ്പ്രെഡ് ബൈ ഫ്ലൈസ്, ഈച്ച പരത്തുന്ന ഈ രോഗങ്ങൾ നമ്മൾക്ക് എങ്ങനെ തടയാം. കീപ് ഫുഡ് ഇൻ ക്ലോസ്ഡ് കണ്ടെയ്നേഴ്സ്, ആഹാരപദാർത്ഥങ്ങൾ അടച്ചു സൂക്ഷിക്കുക. കീപ് സറൗണ്ടിങ്സ് ക്ലീൻ, ചുറ്റുപാടും വൃത്തിയാക്കി വയ്ക്കുക. അപ്പോൾ വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ ഈച്ചകൾ വരില്ല, അപ്പോൾ അസുഖവും ഉണ്ടാവില്ല. ഡിസീസസ് സ്പ്രെഡ് ബൈ റാറ്റ്സ്, എലി പരത്തുന്ന രോഗങ്ങൾ. റാറ്റ് ഫീവർ, എലിപ്പനി, പ്ലേഗ്. ഹൗ ക്യാൻ വി പ്രിവെന്റ് ഡിസീസസ് സ്പ്രെഡ് ബൈ റാറ്റ്സ്. സ്റ്റോർ ഫുഡ് സെക്യൂർലി, ആഹാരപദാർത്ഥങ്ങൾ സുരക്ഷിതമാക്കി വയ്ക്കുക. സ്റ്റോർ ട്രാഷ് സെക്യൂർലി, അതായത് വേസ്റ്റ് മാലിന്യമാണെങ്കിലും അതും സുരക്ഷിതമായിട്ട് നിക്ഷേപിക്കുക. അവർ ഹൗസ് ആൻഡ് സറൗണ്ടിങ്സ് ഷുഡ് ബി ക്ലീൻ, വീടും പരിസരവും എപ്പോഴും വൃത്തിയായിരിക്കണം. എലിമിനേറ്റ് സ്റ്റാൻഡിംഗ് വാട്ടർ, വെള്ളം കെട്ടി നിൽക്കുന്നത് ഒഴിവാക്കുക. ഡ്രൈ ഡേ. ഡ്രൈ ഡേ ഈസ് എ ക്ലീനിങ് പ്രോഗ്രാം. ഇറ്റ് ഈസ് ഡൺ വൺസ് ഇൻ എ വീക്ക്. ആഴ്ചയിൽ ഒരു ദിവസമാണ് ഡ്രൈ ഡേ ആയിട്ട് ആചരിക്കേണ്ടത്. ദർ വിൽ ബി സ്റ്റാഗ്നന്റ് വാട്ടർ ഇൻ കോക്കനട്ട് ഷെൽസ്, ചിരട്ടയിലും ബ്രോക്കൺ വെസൽസിലും ടയേഴ്സിലും ഒക്കെയും വെള്ളം കെട്ടി നിൽപ്പുണ്ടാവും. ഓൺ ദി ഡ്രൈ ഡേ, ഡ്രൈ ഡേയിൽ ഡ്രെയിൻ ദ വാട്ടർ ഇൻ ദീസ് തിങ്സ്, ഇതിലൊക്കെ ജലം ഒഴുക്കി കളയുക. കെട്ടി നിൽക്കുന്ന വെള്ളത്തിലാണ് കൊതുകുകൾ മുട്ടയിട്ട് പെരുകുന്നത്. അപ്പോൾ 8 ദിവസം വേണം കൊതുകിൻ്റെ ലാർവ ഫുൾ ഗ്രോത്തിലെത്താൻ. 7 ദിവസം, ആഴ്ചയിൽ ഒരു ദിവസം ഇത് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ആ ലാർവകൾ നശിച്ചു പോകുന്നതാണ്. അപ്പോൾ ഡ്രൈ ഡേയുടെ പ്രധാന ഉദ്ദേശം ഈ ജീവികളുടെ വ്യാപനം തടയുക എന്നുള്ളതാണ്. അപ്പോൾ ടെക്സ്റ്റിൽ കൂടുതൽ വിശദമായിട്ട് പേജ് നമ്പർ 62 കൊടുത്തിട്ടുണ്ട്, അത് വായിക്കുക. ഡിസീസസ് ക്യാൻ സ്പ്രെഡ് ത്രൂ വാട്ടർ, ജലത്തിലൂടെ പകരുന്ന രോഗങ്ങൾ. കോളറ, ടൈഫോയിഡ്, ജോണ്ടിസ്, ഡിസെൻട്രി. ജോണ്ടിസ് എന്ന് വെച്ചാൽ മഞ്ഞപ്പിത്തമാണ്.
വാട്ട് പ്രിക്കോഷൻസ് ക്യാൻ വി ടേക്ക് ടു പ്രിവെൻറ്റ് ദീസ് ഡിസീസസ്? ജലജന്യ രോഗങ്ങൾ തടയാൻ എന്തൊക്കെയും മുൻകരുതലുകൾ സ്വീകരിക്കാം? യൂസ് ബോൾഡ് ആൻഡ് കൂൾ വാട്ടർ ഫോർ ഡ്രിങ്കിങ്. കുടിക്കാൻ തിളപ്പിച്ചാറിയ ജലം ഉപയോഗിക്കുക. ഡോണ്ട് അലോ ഡേർട്ടി വാട്ടർ ടു സ്റ്റാഗ്നേറ്റ്. മലിനപ്പെട്ട ജലം കെട്ടിനിൽക്കാൻ അനുവദിക്കരുത്. എൻഷുർ ദാറ്റ് സോഴ്സസ് ഓഫ് ഡ്രിങ്കിങ് വാട്ടർ ആർ പ്യുവർ. ജലാശയങ്ങൾ, അതായത് നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ ജലസ്രോതസ്സുകൾ ശുദ്ധമാണെന്ന് ഉറപ്പുവരുത്തുക. ഡു നോട്ട് ഡ്രിങ്ക് വാട്ടർ കെപ്റ്റ് ഇൻ ഓപ്പൺ വെസൽ. തുറന്നിരിക്കുന്ന പാത്രങ്ങളിലെ ജലം കുടിക്കരുത്. ട്രീറ്റ്മെന്റ് ത്രൂ ഡ്രിങ്കിങ് ഫ്ലൂയിഡ്സ്. പാനീയ ചികിത്സ. ദ വാട്ടർ കണ്ടന്റ് ഇൻ അവർ ബോഡി ഈസ് ലോസ്റ്റ് വെൻ വി ഗെറ്റ് ഡിസെൻട്രി. നമുക്ക് വയറിളക്ക സംബന്ധമായ രോഗങ്ങൾ പിടിപെടുവാണെങ്കിൽ ഒരുപാട് ജലാംശം നഷ്ടപ്പെട്ടു പോകും ശരീരത്തിൽ നിന്നും. ദ വാട്ടർ കണ്ടന്റ് ഷുഡ് ബി റിസ്റ്റോർഡ് ഇൻ ദ ബോഡി. അപ്പോൾ ആ ജലാംശം നമുക്ക് തിരിച്ചെടുക്കേണ്ടതുണ്ട്. പേഷ്യൻസ് ക്യാൻ ബി ഗിവൺ ദ ഫോളോയിങ്. അപ്പോൾ രോഗിക്ക് നൽകാവുന്നത് സോൾട്ടഡ് റൈസ് വാട്ടർ, ഉപ്പിട്ട കഞ്ഞിവെള്ളം. ലൈം ജ്യൂസ് വിത്ത് സോൾട്ട് ആൻഡ് ഷുഗർ ആഡഡ്, ഉപ്പും പഞ്ചസാരയും ചേർന്ന നാരങ്ങ വെള്ളം. സോൾട്ടഡ് ബട്ടർ മിൽക്ക്, ഉപ്പിട്ട സംഭാരം കൊടുക്കാം. കോക്കനട്ട് വാട്ടർ, കരിക്കിൻ വെള്ളം. ഇതുകൂടാതെ തന്നെ ORS obtained from the public health center should be mixed in boiled and cool water and given frequently. പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന ORS ലായനി അത് തിളപ്പിച്ചാറിയ ജലത്തിൽ കലക്കി ഇടയ്ക്കിടയ്ക്ക് കൊടുക്കാം. പേജ് നമ്പർ 64 തന്നിരിക്കുന്ന സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട ആക്ടിവിറ്റിയാണ് വാട്ട് ഈസ് സ്പെഷ്യൽ അബൌട്ട് ദി സ്കൂൾ. ദി സറൗണ്ടിങ്സ് ആർ ക്ലീൻ. ചുറ്റുപാടും വൃത്തിയുള്ളതാണ്. വേസ്റ്റ് ബീൻസ് ആർ അവൈലബിൾ ഫോർ സോർട്ടിംഗ് ആൻഡ് ഡെപ്പോസിറ്റിംഗ് വേസ്റ്റസ്. മാലിന്യങ്ങളെ തരംതിരിച്ച് നിക്ഷേപിക്കാനായിട്ട് വേസ്റ്റ് ബിന്നുകളുണ്ട്. ദ വെൽ ഈസ് കവേർഡ് വിത്ത് നെറ്റ്. കിണറുകൾ വലയിട്ട് മൂടിയിട്ടുണ്ട്. ബട്ടർഫ്ലൈ പാർക്ക് ആൻഡ് വെജിറ്റബിൾ ഗാർഡൻ ഈസ് ദെയർ. ബട്ടർഫ്ലൈ പാർക്കും പച്ചക്കറിത്തോട്ടമൊക്കെ ഉണ്ട്. ദ ചിൽഡ്രൻ വെയർ ക്ലീൻ ഡ്രസ്. കുട്ടികൾ നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിച്ചിരിക്കുന്നു. എ സ്മോൾ പോണ്ട് ഈസ് ദെയർ. നല്ലൊരു കുളമുണ്ട്. പ്ലാസ്റ്റിക് വേസ്റ്റസ് ആർ നോട്ട് സ്കാറ്റേഡ്. പ്ലാസ്റ്റിക് വേസ്റ്റുകൾ അങ്ങനെ ചിതറി കിടപ്പൊന്നുമില്ല. ദ ചിൽഡ്രൻ മെയിൻറ്റെയിനിങ് ഗാർഡൻ. കുട്ടികൾ തന്നെയാണ് ഗാർഡൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അങ്ങനെ ധാരാളം പ്രത്യേകതകളുള്ള മനോഹരമായ ഒരു സ്കൂളാണിത്. അപ്പോൾ ഈ സ്കൂൾ കണ്ടല്ലോ. ഈസ് അവർ സ്കൂൾ ക്ലീൻ ആൻഡ് നീറ്റ്. നമ്മുടെ സ്കൂള് വൃത്തിയുള്ളതാണോ? അത് വിലയിരുത്താനുള്ള ഒരു ബോക്സ് ആണ് തന്നിട്ടുള്ളത്. സ്കൂൾ സറൗണ്ടിങ്സ് നോക്കുകയാണെങ്കിൽ വേസ്റ്റ് ഈസ് നോട്ട് പൈൽഡ് അപ്പ്. വേസ്റ്റ് കൂമ്പാരമായിട്ട് കിടപ്പില്ല. വേസ്റ്റ് വാട്ടർ ഈസ് നോട്ട് അക്യുമുലേറ്റഡ്. മലിനപ്പെട്ട ജലം കെട്ടിക്കിടപ്പില്ല. നോ പ്ലാസ്റ്റിക് വേസ്റ്റ്. പ്ലാസ്റ്റിക് വേസ്റ്റ് ഇല്ല. ബിൻസ് ഫോർ സോർട്ടിംഗ് ആൻഡ് ഡെപ്പോസിറ്റിംഗ് വേസ്റ്റ്. മാലിന്യങ്ങൾ തരംതിരിച്ച് നിക്ഷേപിക്കാനായിട്ട് ബിൻസ് ഉണ്ട്. അതങ്ങനെ നിക്ഷേപിച്ചിട്ടുണ്ട്. അത് ഉള്ളതാണെങ്കിൽ ടിക്ക് മാർക്ക്, ഇല്ലെങ്കിൽ ഇൻടു മാർക്ക്. ഇനി ക്ലാസ് റൂമിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ദർ ആർ നോ കോബ്വെബ്സ് ഓർ വേസ്റ്റ്. കോബ്വെബ്സ് എന്ന് പറഞ്ഞാൽ സ്പൈഡർ വെബാണ്. ചുക്കിരിയോ അങ്ങനത്തെ വേസ്റ്റ് ഒന്നുമില്ല. ലേണിംഗ് ടൂൾസ് ലൈക്ക് ചാർട്ട്സ് ആൻഡ് അതേഴ്സ് ആർ നോട്ട് ഡസ്റ്റി. ചാർട്ടൊന്നും പൊടി പിടിച്ചിട്ടില്ല. ദർ ആർ ബിൻസ് ഫോർ സോർട്ടിംഗ് ആൻഡ് ഡെപ്പോസിറ്റിംഗ് വേസ്റ്റ്. വേസ്റ്റ് ഇടാനായിട്ട് വേസ്റ്റ് ബിന്നുണ്ട്. അതങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇനി കിച്ചൺ നോക്കുകയാണെങ്കിൽ ദ യൂട്ടൻസിൽസ് ആർ ക്ലീൻ. കിച്ചൺ പാത്രങ്ങൾ ക്ലീൻ ആണ്. വേസ്റ്റ് വാട്ടർ ഈസ് നോട്ട് അക്യുമുലേറ്റഡ്. മലിനജലം കെട്ടിക്കിടപ്പില്ല. ഫുഡ് വേസ്റ്റസ് ഈസ് നോട്ട് സ്കാറ്റേഡ് അറൗണ്ട്. ഫുഡിൻ്റെ വേസ്റ്റ് അവിടെ ഇവിടെയും ചിതറിക്കിടപ്പില്ല. സ്കൂൾ യൂറിനൽ ആൻഡ് ടോയ്ലറ്റ്. യൂറിനൽസും ടോയ്ലറ്റും നോക്കുകയാണെങ്കിൽ നീറ്റ് ആൻഡ് ക്ലീൻ, വൃത്തിയുള്ളതാണ്. ദർ ഈസ് സഫീഷ്യൻറ്റ് വാട്ടർ. അവിടെ ആവശ്യത്തിന് ജലമുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മുടെ സ്കൂളിനെ വിലയിരുത്താനുള്ള ഒരു ടൂൾ ബോക്സ് ആണ് തന്നിട്ടുള്ളത്. വിച്ച് പ്ലേസസ് ഇൻ അവർ സ്കൂൾ ഹാവ് ദ വേസ്റ്റ് ഡെപ്പോസിറ്റഡ് മോസ്റ്റ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ വിലയിരുത്തുമ്പോൾ ഏതൊക്കെ ഭാഗങ്ങളായിരിക്കാം വിലയിരുത്തേണ്ടി വരിക? സ്കൂൾ സറൗണ്ടിങ്സ്, ക്ലാസ് റൂം, കിച്ചൺ, യൂറിനൽ ആൻഡ് ടോയ്ലറ്റ്, ഗ്രൗണ്ട്, പ്ലേസസ് ഫോർ ഹാൻഡ് വാഷിംഗ്, ഗാർഡൻ. അപ്പോൾ ഈ പ്ലേസുകളൊക്കെ നമുക്ക് ഇങ്ങനെ വിലയിരുത്താം. ലെറ്റ് സോർട്ട് വേസ്റ്റ്. മാലിന്യങ്ങളെ തരംതിരിക്കാം. പേജ് നമ്പർ 66 ചിത്രം നിരീക്ഷിക്കുക. വൈ കാൺ ബി കളക്ട് ഓൾ ദ വേസ്റ്റസ് ഇൻ എ സിംഗിൾ ബിൻ. എല്ലാ വേസ്റ്റുകളും ഒരു ബിന്നിൽ ഇടാത്ത എന്തുകൊണ്ടാണ്? ഇഫ് വി പുട്ട് ഓൾ ദ വേസ്റ്റ് ടുഗദർ, എല്ലാ വേസ്റ്റുകളും ഒരുമിച്ച് ഇടുവാണെങ്കിൽ ദർ ഇനോർഗാനിക് വേസ്റ്റ് റിമെയിൻ ദർ വിതൗട്ട് ഡീക്കേയിങ്. അപ്പോൾ അജൈവ മാലിന്യങ്ങൾ അഴുകാതെ അവിടെ തന്നെ കിടക്കും. സച്ച് ഹസാർഡസ് വേസ്റ്റസ് കോസ് വേരിയസ് പ്രോബ്ലംസ് ടു ഹ്യൂമൻസ് ആൻഡ് അതർ ഓർഗാനിസംസ്. ഇങ്ങനെ അപകടകരമായി കിടക്കുന്ന മാലിന്യങ്ങൾ മനുഷ്യർക്കും മറ്റ് ജീവജാലങ്ങൾക്കും ആപത്താണ്. ഓർഗാനിക് വേസ്റ്റ്, ജൈവ മാലിന്യങ്ങൾ. വേസ്റ്റ് ദാറ്റ് ഡികമ്പോസസ് ലൈക്ക് ഫുഡ് വേസ്റ്റ്, വെജിറ്റബിൾസ് എക്സെട്ര ആർ കോൾഡ് ഓർഗാനിക് വേസ്റ്റ്. ആഹാരപദാർത്ഥങ്ങൾ അതുപോലെ തന്നെ പച്ചക്കറികളൊക്കെ അഴുകുന്ന പോലെ അഴുകിപ്പോകുന്ന മാലിന്യങ്ങളാണ് ജൈവ മാലിന്യങ്ങൾ. ഇനോർഗാനിക് വേസ്റ്റ്, അജൈവ മാലിന്യങ്ങൾ. വേസ്റ്റസ് ദാറ്റ് ഡസ് നോട്ട് ഡികമ്പോസസ് ലൈക്ക് പ്ലാസ്റ്റിക് ഒബ്ജക്ട്സ് ആർ കോൾഡ് ഇനോർഗാനിക് വേസ്റ്റ്. പ്ലാസ്റ്റിക് പോലെ മണ്ണിൽ അലിഞ്ഞു ചേരാത്ത മാലിന്യങ്ങളാണ് ഇനോർഗാനിക് വേസ്റ്റ്. ഹസാർഡസ് വേസ്റ്റ്, അപകടകരമായ മാലിന്യങ്ങൾ. ഇലക്ട്രോണിക് വേസ്റ്റ്, ബൾബ്, എക്സ്പയർഡ് മെഡിസിൻസ് എക്സെട്ര ആർ ഹസാർഡ് വേസ്റ്റ്.
അതായത് ഉപയോഗശൂന്യമായ ബൾബുകൾ, മരുന്നിൻ്റെ കവറുകൾ, അതൊക്കെയും അപകടകരമായ മാലിന്യങ്ങളാണ്. അത് മണ്ണിൽ ലയിക്കില്ല, ഭയങ്കര ഡേഞ്ചറാണ്. ഓർഗാനിക് വേസ്റ്റിന് എക്സാമ്പിളാണ് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഫിഷ്, ഫുഡ് റിമെയിൻസ്, കോട്ടൺ ക്ലോത്ത്, കൗഡങ്, വുഡ് പീസസ്, കാർഡ്ബോർഡ്. ഇനോർഗാനിക് വേസ്റ്റ് അജൈവ മാലിന്യങ്ങൾക്ക് എക്സാമ്പിളാണ് പ്ലാസ്റ്റിക് ഒബ്ജക്റ്റ്, ബാഗ്സ്, ടയർ, ചപ്പൽസ്. കൺവേർട്ടിംഗ് ഫുഡ് വേസ്റ്റ് ഇൻറ്റു മാനുവർ ഭക്ഷണാവശിഷ്ടങ്ങളെ വളമാക്കാം. വാട്ട് ക്യാൻ വി ഡു വിത്ത് ദ ഫുഡ് വേസ്റ്റ് ഇൻ അവർ ഹോം ആൻഡ് സ്കൂൾ? വീട്ടിലും സ്കൂളിനൊക്കെ വരുന്ന മാലിന്യങ്ങളെ എങ്ങനെ നമുക്ക് വളമാക്കി മാറ്റാം? കമ്പോസ്റ്റ് പിറ്റ്, കമ്പോസ്റ്റ് കുഴി. ഡെപ്പോസിറ്റ് ഓർഗാനിക് വേസ്റ്റ് സച്ച് as ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഫിഷ് ആൻഡ് ഫുഡ് സ്ക്രാപ്സ് ഇൻ എ പിറ്റ് ആൻഡ് കവർ ഇറ്റ് വിത്ത് സോയിൽ. പഴം, പച്ചക്കറി, മത്സ്യം, ഭക്ഷണാവശിഷ്ടങ്ങൾ തുടങ്ങിയ ജൈവ പാഴ്വസ്തുക്കൾ കുഴിയിൽ നിക്ഷേപിക്കുകയും മണ്ണിടുകയും ചെയ്യുക. ഇറ്റ് വിൽ ബി കംപ്ലീറ്റ്ലി കൺവേർട്ടഡ് ഇൻ ടു മാനോർ ഇൻ 3 months അല്ലെങ്കിൽ 3 months to 4 months ടൈം. 3-4 മാസം കൊണ്ട് ഇത് പൂർണ്ണമായിട്ട് വളമായിട്ട് മാറിക്കിട്ടും. വാട്ട് ആർ ദ മെത്തേഡ് യൂസ്ഡ് ടു മാനേജ് കിച്ചൺ വേസ്റ്റ് ഇൻ യുവർ ഹോം ആൻഡ് സ്കൂൾ? നമ്മുടെ സ്കൂളിലും വീട്ടിലും ഒക്കെ വരുന്ന അടുക്കള മാലിന്യങ്ങൾ എങ്ങനെ നമ്മൾക്ക് വളമാക്കി മാറ്റാം? അതിനുള്ള മെത്തേഡ്സ് എഴുതാനായിട്ടാണ് ചോദ്യം. ഒരു മെത്തേഡാണ് വെർമി കമ്പോസ്റ്റ്. ഡീകേയിങ് ഓർഗാനിക് വേസ്റ്റ്സ് ആർ പുട്ട് ഇൻ എ ജാർ അലോങ് വിത്ത് എർത്ത് വർംസ്. വേസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ മണ്ണിരകളുമായിട്ട് ഒരുമിച്ചിടുക. ദ എർത്ത് വർം കൺസ്യൂം ദ ഓർഗാനിക് മാറ്റർ. അപ്പോൾ ഈ മാലിന്യങ്ങളിലെ ഓർഗാനിക് മാറ്ററിനെ, ജൈവ വസ്തുക്കളെ മണ്ണിര വലിച്ചെടുക്കുകയും ആൻഡ് ദ എക്സ്ക്രീറ്റ് ഓഫ് എർത്ത് വർംസ്, മണ്ണിരയുടെ വിസർജ്യം ടേൺ ഇൻ ടു മാനുവർ, വളമായിട്ട് മാറുകയും ചെയ്യും. ഓർഗാനിക് മാറ്ററിനെ മാനുവർ ആക്കാനുള്ള മെത്തേഡ്സ് ആണ് ഒന്ന് വെർമി കമ്പോസ്റ്റ്, പിന്നെ ബയോബിൻ. ബയോബിൻ ഒരു മോഡേൺ ആയിട്ടുള്ള ഒരു ഡിവൈസ് ആണ്. പൈപ്പ് കമ്പോസ്റ്റ്, അത് പൈപ്പ് വെച്ചിട്ട് അതിൽ മാലിന്യങ്ങൾ ഇടുക എന്നുള്ളതാണ്. കമ്പോസ്റ്റ് പിറ്റ്. അപ്പോൾ ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നോർമൽ ഓർഗാനിക് വേസ്റ്റുകൾ വളമായിട്ട് നമുക്ക് തന്നെ മാറ്റാം. ഡു നോട്ട് ത്രോ എവേ പ്ലാസ്റ്റിക്, ഡു നോട്ട് ബേൺ ഇറ്റ്. പ്ലാസ്റ്റിക് വലിച്ചെറിയരുത്, കത്തിക്കരുത്. വൈ ഡു യു സേ ദാറ്റ് വി കാൺട്ട് ത്രോ എവേ പ്ലാസ്റ്റിക് ഒബ്ജക്റ്റ്? പ്ലാസ്റ്റിക് പുറത്തേക്ക് വലിച്ചെറിയരുതെന്ന് പറയുന്നത് എന്തുകൊണ്ട്? പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് റിമെയിൻ ഇൻ വാട്ടർ ആൻഡ് സോയിൽ വിതൗട്ട് ഡീകേയിങ്. ദിസ് റെഡ്യൂസസ് പ്യൂരിറ്റി ഓഫ് വാട്ടർ ആൻഡ് സോയിൽ. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മണ്ണിലും ജലത്തിലും അഴുകാതെ കാലങ്ങളോളം നിലനിൽക്കും. അപ്പോൾ അത് മണ്ണിൻ്റെ ശുദ്ധതയെ, വെള്ളത്തിൻ്റെ ശുദ്ധതയും കുറയ്ക്കും. പ്ലാസ്റ്റിക് വിൽ പ്രിവെൻറ്റ് വാട്ടർ ഫ്രം എൻറ്ററിങ് ഇൻ ടു ദ സോയിൽ. വെള്ളം മണ്ണിലേക്ക് ഇറങ്ങാനായിട്ട് പ്ലാസ്റ്റിക് തടയുന്നു, അത് സമ്മതിക്കുന്നില്ല. സ്മോൾ ക്രിയേച്ചേഴ്സ് ഇൻ ദ സോയിൽ ഡു നോട്ട് ഗെറ്റ് എയർ. മണ്ണിലെ ചെറിയ ചെറിയ ജീവികളുണ്ട്, അവർക്ക് വായു ലഭിക്കില്ല, അവ നശിച്ചു പോകും. ദ ഓർഗാനിസംസ് ഇൻ വാട്ടർ മേ കൺസ്യൂം പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് ഇൻ വാട്ടർ ആൻഡ് മേ പെരിഷ്. ജലജീവികൾ പ്ലാസ്റ്റിക് ആഹാരമാണെന്ന് വിചാരിച്ച് കഴിക്കുകയും അവ മരണപ്പെട്ടു പോവുകയും ചെയ്യും. വാട്ട് ഡു യു ഫൈൻഡ് ഇൻ ദ പിക്ചർ? ചിത്രത്തിൽ എന്താണുള്ളത്? വാട്ട് ആർ ദ പ്രോബ്ലംസ് ക്രിയേറ്റഡ് ബൈ ബേണിംഗ് പ്ലാസ്റ്റിക്? പ്ലാസ്റ്റിക് കത്തിക്കുന്നതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ കത്തിക്കുന്ന പ്ലാസ്റ്റിക്കും ഒരു കുട്ടി മൂക്ക് പൊത്തി നടന്നു പോകുന്ന പിക്ചറുമാണ് തന്നിട്ടുള്ളത്. പ്ലാസ്റ്റിക് വേസ്റ്റസ് ആർ ബീയിങ് പൈൽഡ് അപ്പ് ആൻഡ് ബേൺഡ്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൂമ്പാരമായിട്ട് കൂട്ടിയിട്ട് കത്തിക്കുകയാണ്. എ ബോയ് വോക്സ് അവേ ബ്രീത്തിങ് ദ പോയിസണസ് സ്മോക്ക്. ഒരു കുട്ടി ഈ വിഷപ്പുക ശ്വസിക്കാൻ പറ്റാതെ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടായിട്ട് നടന്നു പോകുന്ന ചിത്രമാണ് അവിടെ തന്നിട്ടുള്ളത്. വാട്ട് ആർ ദ പ്രോബ്ലംസ് ക്രിയേറ്റഡ് ബൈ ബേണിംഗ് പ്ലാസ്റ്റിക്? പ്ലാസ്റ്റിക് കത്തിക്കുന്നതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? വെൻ പ്ലാസ്റ്റിക് വേസ്റ്റസ് ആർ ബേൺ സെവറൽ പോയിസണസ് ഗ്യാസസ് കം ഔട്ട്. പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ പലതരത്തിലുള്ള വിഷവാതകങ്ങൾ പുറത്തേക്ക് വരും. ദിസ് മേ കോസ് ഡിസീസസ് ലൈക്ക് ക്യാൻസർ, ലങ് ഡിസീസ് എക്സെട്ര. അപ്പോൾ ഈ പുക ശ്വസിച്ചാൽ ക്യാൻസർ, അതുപോലെ തന്നെ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളൊക്കെ ഉണ്ടാവാം. ബേണിംഗ് ഓഫ് പ്ലാസ്റ്റിക് കോസസ് എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ. പ്ലാസ്റ്റിക് കത്തിക്കുന്നത് പരിസ്ഥിതി മലിനീകരണത്തിന് കാരണമാവുന്നു. പ്ലാസ്റ്റിക് ഹാസ് ബിക്കം ആൻ അൺഅവോയ്ഡബിൾ മെറ്റീരിയൽ ഇൻ അവർ ഡെയിലി ലൈഫ്സ്. പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് നമുക്ക് നിത്യജീവിതത്തിൽ ഒഴിവാക്കാനാവാത്തൊരു വസ്തുവായി മാറിയിരിക്കുന്നു. ബട്ട് ഇഫ് ഇറ്റ് ഈസ് ത്രോൺ എവേ ഇൻ ടു ദ സറൗണ്ടിങ്സ് ഓർ ബേൺഡ്. പക്ഷേ അത് പുറത്തേക്ക് വലിച്ചെറിയോ കത്തിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് കാൻ കോസ് മെനി ഹെൽത്ത് ഇഷ്യൂസ്, ഹെൽത്ത് പ്രോബ്ലംസ്. ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന കാര്യമാണിത്. ദി യൂസ് ഓഫ് സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ബാഗ്സ് ആൻഡ് പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഷുഡ് ബി മിനിമൈസ്ഡ്. ഒറ്റത്തവണ ഉപയോഗിച്ചിട്ട് വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളുടെയൊക്കെ ഉപയോഗം നമ്മൾ കുറയ്ക്കണം. പ്ലാസ്റ്റിക് വേസ്റ്റ് ഷുഡ് നോട്ട് ബി ത്രോൺ എവേ ഇൻ ടു ദ സറൗണ്ടിങ്സ്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പുറത്തേക്ക് വലിച്ചെറിയരുത്. ബട്ട് ഷുഡ് ബി സോർട്ടഡ്, തരംതിരിക്കുക. ആൻഡ് ഹാൻഡ് ഓവർ ടു ദ ഗാർബേജ് കളക്ടേഴ്സ് ഫോർ റീസൈക്ലിംഗ്. അത് ആ മാലിന്യങ്ങൾ തരംതിരിച്ച് പുറത്തേക്ക് വലിച്ചെറിയാതെ അവ സംസ്കരിക്കുന്നതിനായി ശേഖരിക്കുന്നവരുണ്ടാവും. ഹരിതകർമ്മസേന പോലുള്ളവർ അവർക്ക് കൈമാറണം. 69 തന്നിരിക്കുന്നവയിൽ ജൈവ മാലിന്യങ്ങൾ, അജൈവ മാലിന്യങ്ങൾ
അപകടകരമായ മാലിന്യങ്ങൾ തിരിക്കാനാണ്. അതിൽ ഇനോർഗാനിക് വേസ്റ്റുകൾ അജൈവം എന്ന് പറയുന്നത് PVC പൈപ്പ്, പ്ലാസ്റ്റിക് ബോട്ടിൽസ്, പ്ലാസ്റ്റിക് കവേഴ്സ്, ഓർഗാനിക് വേസ്റ്റ്. ജൈവ മാലിന്യങ്ങൾ പച്ച നിറത്തിലുള്ള പാത്രത്തിലാണ് ഇടുക. വെജിറ്റബിൾ വേസ്റ്റസ്, ഫുഡ് വേസ്റ്റസ്, ഫ്രൂട്ട്സ് എക്സെട്ര. ഇനി റെഡ് അപകടകരമായ ഹസാർഡസ് മാലിന്യങ്ങൾ എന്ന് പറയുന്നത് പെസ്റ്റിസൈഡ് ബോട്ടിൽ, കീടനാശിനികളുടെ കുപ്പികൾ, ഓൾഡ് ബാറ്ററി, ഫ്യൂസായ ബൾബുകൾ എന്നിവയൊക്കെയാണ്. അപ്പോൾ ഓരോ തരം മാലിന്യങ്ങൾ ഇടുന്ന ബോക്സിനും ഓരോ കളറാണ്. അജൈവ മാലിന്യത്തിന് യെല്ലോ കളറാണ്. പ്രിപ്പയർ ആൻ ഒബ്സർവേഷൻ ടേബിൾ. ഒരു നിരീക്ഷണ പട്ടിക തയ്യാറാക്കാനാണ്. ഹോം ആൻഡ് സറൗണ്ടിങ്സ്. നമ്മുടെ വീടും ചുറ്റുപാടും ഒക്കെ നിരീക്ഷിച്ചിട്ട് സ്കൂളിൻ്റെ തയ്യാറാക്കിയ പോലെ ഒരു ടേബിൾ തയ്യാറാക്കാനായിട്ടാണ് ചോദ്യം. വാട്ടർ ഈസ് നോട്ട് പൊല്യൂട്ടഡ് വിത്ത് പ്ലാസ്റ്റിക് വേസ്റ്റ്. പ്ലാസ്റ്റിക് കൊണ്ട് ജലം മലിനപ്പെട്ടിട്ടില്ല. ഗാർബേജ് ആർ നോട്ട് പൈൽഡ് അപ്പ്. മാലിന്യങ്ങൾ കുന്നുകൂടി കിടപ്പില്ല. വേസ്റ്റ് ബിൻസ് ആർ അവൈലബിൾ. വേസ്റ്റ് ബിൻസ് ഉണ്ട്. നെറ്റ് ഫോർ വെൽസ്. കിണറിന് നെറ്റ് ഉണ്ട്. റൂംസ് നോക്കുകയാണെങ്കിൽ നോ കോബ് വെബ്സ്. എട്ടുകാലി വലയില്ല. നോ ഡേർട്ടി ഹൗസ് ഹോൾഡ് യൂട്ടൻസിൽസ്. മാലിന്യം നിറഞ്ഞ പാത്രങ്ങളോ വീട്ടുവസ്തുക്കളോ ഒന്നുമില്ല. നീറ്റ് ബെഡ് വിത്ത് ക്ലീൻ ബെഡ്ഷീറ്റ്. നല്ല ബെഡ്ഷീറ്റൊക്കെയുള്ള നല്ല മനോഹരമായ ഒരു ബെഡ്. ക്ലോത്ത്സ് ആർ ഫോൾഡഡ് നീറ്റ്ലി. വസ്ത്രങ്ങളൊക്കെ മനോഹരമായി അടുക്കി വെച്ചിരിക്കുന്നു. ഇനി കിച്ചൺ നോക്കുകയാണെങ്കിൽ വെസൽസ് ആർ അറേഞ്ച്ഡ് നീറ്റ്ലി. പാത്രങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന വൃത്തിക്കാണ്. ഫുഡ് വേസ്റ്റസ് ആർ നോട്ട് സ്കാറ്റേഡ്. ഫുഡ് വേസ്റ്റുകൾ അവിടെ ഇവിടെയും ചിതറിക്കിടപ്പില്ല. വേസ്റ്റ് വാട്ടർ ഈസ് നോട്ട് അക്യുമുലേറ്റഡ്. മലിനജലം കെട്ടിക്കിടപ്പില്ല. ഫുഡ് മെറ്റീരിയൽസ് ആർ കെപ്റ്റ് കവേർഡ്. ഭക്ഷണപദാർത്ഥങ്ങൾ അടച്ച് സംരക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ നമ്മുടെ വീടും ചുറ്റുപാടും സംരക്ഷിക്കുക. അതിൻ്റെ ഒരു ഒബ്സർവേഷൻ ടേബിളാണ് തന്നിട്ടുള്ളത്. യൂറിനൽ, ടോയ്ലറ്റ് നീറ്റ് ആൻഡ് ക്ലീൻ. യൂറിനലും ടോയ്ലറ്റും ഒക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഗോട്ട് ഇനഫ് വാട്ടർ. ആവശ്യത്തിന് ജലമുണ്ട്. പൈപ്പ് ഈസ് നോട്ട് ബ്രോക്കൺ. പൈപ്പൊന്നും പൊട്ടി വെള്ളമൊന്നും അങ്ങനെ ഒഴുകി മലിനപ്പെട്ട് കിടപ്പില്ല. അപ്പം നമ്മൾ തയ്യാറാക്കിയ ഒബ്സർവേഷൻ ടേബിളിനെ ബേസ് ചെയ്ത് ഒബ്സർവ് ചെയ്തിട്ട് അതിനുശേഷമുള്ള റിപ്പോർട്ടിൻ്റെ മോഡലാണ് തന്നിട്ടുള്ളത്. ആരോഗ്യ പോസ്റ്ററാണ്. മേക്ക് ഹൈജീൻ എ ഹാബിറ്റ്, അവോയ്ഡ് ഡിസീസസ്. മൈ സറൗണ്ടിങ്, ക്ലീൻ സറൗണ്ടിങ്. Clean and tidy environment provides health. Cleanliness keep away diseases. Let's join together for a hygienic country.